പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിഥുൻ കൃഷ്ണ. മലയാളത്തിലെ കഥകൾ എഴുതാറുണ്ട്. പിന്നെ എൻ്റെ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച ചൈനീസ് മഞ്ഞ, അതാണ് എൻ്റെ ആദ്യ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം DC ബുക്സ് പബ്ലിഷ് ചെയ്ത തീണ്ടാരിച്ചെമ്പ്. ഇത് നിങ്ങൾ വായനക്കാർ വളരെ ആവേശത്തോടുകൂടിയും സന്തോഷത്തോടെയാണ് ഈ പുസ്തകങ്ങൾ സ്വീകരിച്ചത്. അതിലുള്ള നന്ദിയും ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എനിക്കിവിടെ ഇന്ന് സംസാരിക്കാനുള്ളത് കഥയെഴുത്തിനെക്കുറിച്ചും കഥയെഴുത്തിലേക്ക് വന്ന വഴികളെക്കുറിച്ചുമൊക്കെയാണ്. യാദൃശ്ചികമായി കഥയെഴുത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിൻ്റെ വഴി ചെറുതിലെ വെട്ടിയിട്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. കുട്ടിക്കാലത്ത് LP സ്കൂളൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ ബാലഭൂമി, ബാലരമ, പൂമ്പാറ്റ ഇത്തരം ബാലപ്രസിദ്ധീകരണങ്ങൾ അച്ഛൻ എത്തിക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ വായിച്ചതിന് ശേഷം ആ പ്രദേശത്തുള്ള എൻ്റെ കൂട്ടുകാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ വായനയിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നതും എനിക്ക് പുസ്തകത്തോട് അടുപ്പം വരുന്നത് അങ്ങനെയാണ്. ഈ സുഹൃത്തുക്കൾ കൊടുക്കുന്ന പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങി അത് വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പിന്നീട് സാഹിത്യ വായനയിലേക്ക് കടക്കുന്നത് ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ എനിക്ക് തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന തകഴിയുടെ പ്രശസ്തമായ നോവൽ കൊണ്ടുത്തരുന്നു. ഞാനത് വായിക്കുന്നു. പിന്നീട് ഞാനിങ്ങനെ വായിക്കുന്ന തോന്നിയപ്പോൾ അച്ഛൻ പിന്നീട് അച്ഛൻ്റെ സുഹൃത്തുക്കളെ വീട്ടിൽ നിന്നോ അത്യാവശ്യം പൈസ കൊടുത്തോ ഒക്കെ പുസ്തകങ്ങൾ കൊണ്ടുവരും. ഞാനത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നാലുകെട്ടും കാലവും ഒക്കെ ഞാൻ വായിക്കുന്നത്. പിന്നീട് എനിക്ക് സാഹിത്യത്തിനോടും എഴുത്തിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുകയും പക്ഷെ എഴുതാനൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂള് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്നത്. അവിടെ സുവർണ ജൂബിലി ആഘോഷം നടക്കുന്നു. ആ ആഘോഷം നടക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, പിന്നെ അവിടെ ഇന്നിൽ കവിതാ മത്സരം നടക്കുന്നുണ്ട്, ലേഖന മത്സരം നടക്കുന്നുണ്ട്, അടുത്ത പീരീഡ് ജോഗ്രഫിയാണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡാണ്, അപ്പോൾ നമുക്ക് അതിന് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് രണ്ടും വശമില്ലല്ലോ, അത് കുഴപ്പമില്ല, ലേഖനം എഴുതിയാൽ മതി, ഒരു സബ്ജക്റ്റ് തരും, അതിനെക്കുറിച്ച് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ജോഗ്രഫി ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഹാള് നിറയെ കുട്ടികളാണ്. എൻ്റെ കൂടെ വന്ന റനീഷാണ്. ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ചാണ്, ഞങ്ങളുടെ വീട് അടുത്തടുത്താണ്, ബാല്യകാല സുഹൃത്തുക്കളാണ്. അവൻ കവിത എഴുതും. അപ്പോൾ ടീച്ചർ വന്ന് പറഞ്ഞു, ലേഖന മത്സരം ഇന്നില്ല, കവിതാ മത്സരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നറിയാൻ ഞാൻ നിൽക്കുമ്പോൾ, ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ റനീഷൻ എന്നോട് പറയുന്നത്, കവിത എഴുത്, ഒരു വിഷയം തരും, എഴുതിയിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അവിടെ തന്നെ ഒരു വിഷയം എന്ന് പറയുന്നത് ഭിക്ഷു എന്നാണ് സബ്ജക്റ്റ്. സ്കൂളെത്തുന്നൊരു ഭിക്ഷു, യാചകൻ. ഞാൻ കവിത എഴുതി തിരികെ പോന്നു. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത് ഞാൻ എഴുതിയ കവിതയാണെന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യം. കവിത വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നു, അതിന് സമ്മാനം കിട്ടുന്നു. ആ കവിത ആദ്യമായിട്ട് സ്കൂളിൻ്റെ സുവർണ ജൂബില സ്മരണയിൽ ആ വർഷം ആ സമയം തന്നെ പബ്ലിഷ് ചെയ്ത് വരുന്നു. അങ്ങനെയാണ് ഞാൻ എഴുത്തിൻ്റെ രീതിയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ കുറേ കവിതകളൊക്കെ എഴുതുന്നു, അത്യാവശ്യം ബാലമാസികൾക്ക് അയച്ചു കൊടുക്കുന്നു. ചിലത് തിരിച്ചു വരുന്നു, ചിലത് പബ്ലിഷ് ചെയ്ത് വരുന്നു. അങ്ങനെ പഠനത്തോടൊപ്പം കവിത എഴുത്തും സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ വായന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വീടിനടുത്ത് വേറെ ലൈബ്രറി ഇല്ല, പഠിച്ച സ്കൂളുകളൊന്നും ലൈബ്രറി ഇല്ല. ആ ഒരു സാഹചര്യത്തിലായിരുന്നു. അച്ഛൻ കൊണ്ടുത്തരുന്ന പുസ്തകങ്ങൾ മാത്രം, അച്ഛൻ്റെ കൂലിപ്പണിയാണ്, അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന ചെറിയൊരു പൈസയൊക്കെ വെച്ച് അച്ഛൻ പുസ്തകം അങ്ങനെ വായിക്കുന്ന ആളായിരുന്നു. അങ്ങനെ എനിക്ക് വായിക്കാൻ പറ്റി, കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ +2 പഠിക്കുകയാണ്. +2 പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ സ്കൂള് പിന്നെ ഒരു ചെറിയൊരു മാഗസിൻ, സയൻസ് ഗ്രൂപ്പായിരുന്നു, ഞാനൊരു മാഗസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആഴ്ചയിലൊരു പത്രം എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് ഞാൻ തന്നെ അത് ചെയ്യുകയാണ്. എൻ്റെ പേര് വിദ്യാർത്ഥി ശബ്ദം എന്നായിരുന്നു അന്ന് ഞാൻ അതിന് കൈയെഴുത്ത് പത്രത്തിനിട്ടത്. കുട്ടികളുടെ സൃഷ്ടികൾ, സ്കൂള് ക്ലാസ്സുകളിലൊക്കെ ചെറിയ നുറുങ്ങുകളൊക്കെ ചേർത്തിട്ട് ആണ് ഞാൻ ആ പത്രം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഈ പത്രത്തിൽ ഞാൻ ഒരിക്കലും ക്യാൻറ്റീന് പുറത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും പുകവലിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കൊടുത്തു. അത് സ്കൂൾ ഭയങ്കര സീനായി. അങ്ങനെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മാവനാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മാമൻ്റെ മകനാണ്. എന്നെ സംബന്ധിച്ച് +2 എന്ന് പറഞ്ഞാൽ നമ്മൾ പാറിപ്പറക്കുന്ന സമയത്ത്
ഇങ്ങനെ ഒരു അടച്ചിട്ടൊരവസ്ഥയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും അവിടെ ഉള്ളത് കൊണ്ട്. അതൊരു പ്രതിബന്ധമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇവരെ ഭയന്ന് ഞാൻ പുറത്തിറങ്ങാറില്ല. അതിനിടയ്ക്ക് ഇത്തരം പത്രം ഇറങ്ങിയപ്പോൾ എന്നെ അച്ഛൻ്റെ അമ്മാവൻ രാഘവ മാഷ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? ഇങ്ങനെയാണോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്? ഇനി ഇങ്ങനത്തെ എഴുത്തൊന്നും വേണ്ട, അങ്ങനെ എഴുതിയാലൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ആ പത്രം അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് +2 സയൻസ് കഴിയുന്നു. എനിക്ക് താല്പര്യമില്ല, സയൻസ് തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നെ ഞാൻ ലിറ്ററേച്ചറിലേക്ക് എടുക്കുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നു. അങ്ങനെ ഞാൻ കവിത ഒരു ഭാഗത്തൂടെ എഴുതി പോകുന്നു. ഇങ്ങനെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ ജേർണലിസം എടുക്കുന്നു. അങ്ങനെ ഒരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിക്കുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എഴുത്തുണ്ട്, വായനയുണ്ട്, ഇറങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, കൈ കിട്ടുന്ന മാസികകളിലെ കഥകളൊക്കെ ഞാൻ വായിച്ച് പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഞാൻ യാദൃശ്ചികമായിട്ട് കാക്കനാടിൻ്റെ ഉഷ്ണമേഖല എന്ന് പറയുന്ന നോവൽ വായിക്കുകയാണ്. ആ വായിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വരുന്നത്. 2-3 വട്ടം ഞാൻ ആ നോവൽ വായിച്ചു. അപ്പോഴേക്കും ഞാൻ കവിത എഴുതൊക്കെ നിർത്തിയിരുന്നു. പൂർണ്ണസമയ പത്രപ്രവർത്തനത്തിലേക്ക് തന്നെ മാറിയിരുന്നു. കോഴിക്കോടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് 2015 എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ആവുകയാണ്. നാട്ടിൽ വളരെ സജീവമായിട്ടും ബ്യൂറോയിലോ പത്രപ്രവർത്തനം സജീവമായിട്ട് നിന്ന് ഞാൻ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഡെസ്കിലേക്കാണ് മാറുന്നത്. രാത്രി വൈകിട്ട് മാത്രമേ ഡ്യൂട്ടിയുടെ, പകൽ ഫ്രീ ടൈമാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, എഴുതാൻ തുടങ്ങുന്നു, വായിക്കാൻ തുടങ്ങുന്നു. ഞാൻ ആദ്യമായിട്ടൊരു കഥ എഴുതുന്നു, കാറ്റാടി മൂപ്പൻ എന്ന് പറഞ്ഞ കഥ. അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ദേശാഭിമാനി തന്നെയുള്ള ബിജുവേട്ടൻ കാണുന്ന വീക്കിരിയിലുള്ള എന്നോട് പറയുന്നത്, നല്ല കഥയാണ്, ഇത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലോടെ ആ കഥ എടുത്തിട്ട് വീക്കിരിൻ്റെ എഡിറ്റർ TR മധുകുമാറാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. അദ്ദേഹം പറയുന്നു, നമുക്ക് കൊടുക്കാമല്ലോ, നല്ല കഥയാണല്ലോ, പക്ഷേ അവിടെ നിന്ന് കുറേ പെൻഡിങ് ഉണ്ട്, നമുക്ക് നോക്കാം, നീ ഇതൊന്നുകൂടി വായിച്ചിട്ട് ഒന്നുകൂടി എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിനിപ്പോൾ ഇതിൽ എഡിറ്റിംഗ് എന്താണെന്ന് അറിയില്ല, ഒന്നുമില്ല, അവിടെ വയ്ക്കുക, ഒരു മാസമെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കുമ്പോൾ നിനക്ക് തോന്നും ചിലത് വേണ്ടാന്ന് തോന്നും, അത് വെട്ടിക്കളയാന്ന് പറയുന്നു. ഞാൻ ആദ്യമായിട്ട് കാറ്റാടി മൂപ്പൻ എന്ന് പറയുന്ന ഒരു കഥ ദേശാഭിമാനി വാരികയിൽ പബ്ലിഷ് ചെയ്ത് വരികയാണ്. അത് നല്ല അപ്രീസിയേഷനാണ് എനിക്ക് കിട്ടുന്നത് ആ കഥയ്ക്ക്. അതിനുശേഷം നിരന്തരം എനിക്ക് കഥ പണ്ട് ഞാൻ എൻ്റെ മനസ്സിലൂടെയൊക്കെ പോയ ചില സബ്ജക്റ്റുകളൊക്കെ കഥകളായിട്ട് വരികയാണ്. അങ്ങനെ ഞാൻ നിരന്തരം എഴുതാൻ തുടങ്ങുന്നു. അപ്പോഴൊന്നും എൻ്റെ മനസ്സിലൊരു പുസ്തകത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. ഒരു കഥ എഴുതുന്നുണ്ട്, ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്, അല്ല അതിനപ്പുറം ഒരു പുസ്തകമാക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനെയാണ് എൻ്റെ സഹപ്രവർത്തകൻ ഗിരീഷ് ബാലകൃഷ്ണൻ ഒരിക്കലും എന്നോട് പറയുന്നു, നിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ എടുക്കുന്ന, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്തിനാന്ന് ചോദിക്കുന്നു, നമുക്ക് പോകാനുണ്ട്, നീ കൊണ്ടുപോകാൻ ഇതുവരെ പബ്ലിഷ് ചെയ്ത കഥയൊക്കെ എടുത്ത് വരുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അന്ന് പബ്ലിഷ് ചെയ്തൊരു 10-12 കഥകളുമായിട്ട് അതിൻ്റെ വൈറ്റും അതിൻ്റെ പബ്ലിഷ് ചെയ്ത മാഗസിൻസൊക്കെ ആയിട്ട് പോവുകയാണ്. നേരെ പോകുന്നത് ചിന്തയിലേക്കാണ്. ചിന്തയിൽ പോയപ്പോൾ അവിടെയുള്ള മാനേജറോട് പറയുന്നു, ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ കഥ ചെയ്യുന്ന ആളെന്ന് ഗിരീഷേട്ടൻ പറയുന്നു. അവർ കഥകൾ പരിശോധിച്ചിട്ട് പറയും, ഞങ്ങളെ ജഡ്ജിങ് കമ്മിറ്റി ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാമെന്ന് പറയുന്നു. അങ്ങനെ അവർ വിളിച്ച് പിന്നെ പറയുന്നു, നിങ്ങളുടെ കഥ പുസ്തകമാക്കുന്നു, നമുക്ക് അത് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യ കഥാസമാഹാരമായ ചൈനീസ് മഞ്ഞ പുറത്തു വരുന്നത്. ചൈനീസ് മഞ്ഞയുടെ പ്രകാശനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. അന്ന് പെട്ടെന്ന് മിന്നൽ ഹർത്താൽ, കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് പ്രകാശനം തീരുമാനിക്കപ്പെടുന്നത്. അന്ന് പെട്ടെന്ന് മിന്നൽ ഹർത്താൽ ഉണ്ടാകുന്നു. അപ്പോൾ പ്രകാശനം ചെയ്യുന്നത് ഇന്ദു മേനോനാണ്, അത് സ്വീകരിക്കുന്ന അമലാണ്, അബിൻ ജോസഫും പിന്നെ അജിജേഷ് പച്ചാട്ടും പിന്നെ അനിൽ ചേലേമ്പ്ര മാഷക്ക ആണ് ഇതിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ എത്തിപ്പെടുന്നു ചോദിച്ചപ്പോൾ രാവിലെ തന്നെ ഭയങ്കര പ്രയാസമായി. ഇതിപ്പം മാറ്റി വെക്കേണ്ടി വരുമ്പോൾ ആദ്യമായിട്ടുള്ള പുസ്തക പ്രകാശനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിലാണ്. തലേ ദിവസം ചായക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതിൽ അധ്യക്ഷ വഹിക്കുന്ന സജിത്ത് ഏട്ടൻ്റെ കൂടെ ജില്ല NS സജിത്ത്, അദ്ദേഹം പറയുന്നു, വേണ്ട, നമുക്കിതൊരു സാംസ്കാരിക പ്രതിരോധമാക്കണം മിന്നൽ ഹർത്താലുകൾക്കെതിരെയുള്ള. ഞാൻ ഇന്ദു മേനോനെയൊക്കെ ഒന്ന് വിളിക്കട്ടെ, അനിൽ മാഷിയൊക്കെ വിളിക്കട്ടെ, അമലിനെയൊക്കെ വിളിക്കാം, നമുക്കത് ഇന്ന് തന്നെ നടത്താൻ പറ്റുമോ നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവരൊക്കെ വില്ലിങ്ങാന്ന് പറയുന്നു. അത്തരത്തിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഇവരെല്ലാവരും വരാൻ തയ്യാറാവുകയും, പക്ഷേ ഇതാര് വേദി സദസ്സിൽ ആളുണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നാട്ടിലെയും കോഴിക്കോട്ടെയും സുഹൃത്തുക്കളായിട്ടുള്ളവർ, പിന്നെ ഗിരീഷേട്ടൻ തലേദിവസം തന്നെ ഭാര്യയ്ക്കൊപ്പം കോഴിക്കോടിന് എത്തിയിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ സംഘടിപ്പിച്ച പരിപാടി ഞാൻ തലേദിവസം ഒരു 100 ചായയ്ക്ക് പറഞ്ഞത് പിറ്റേ ദിവസം ഒരു 50 ചായയ്ക്ക് 50-30 ചായ വിളിച്ച് പറഞ്ഞു. പക്ഷേ അവിടെ ഹാളിൽ നിറയെ ആളുകളായിരുന്നു. അങ്ങനെ 150 പേരുടെ സാന്നിധ്യത്തിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു ആ പുസ്തകം. അതിനുശേഷമാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകമായ തീണ്ടാരിച്ചെമ്പ് പുറത്തിറങ്ങുന്നത്. DC ബുക്സിലൂടെയായിരുന്നു. അങ്ങനെ പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ എന്നെ അറിയാനും അറിയപ്പെടാനൊക്കെ വലിയ സന്തോഷമാണ് എനിക്കുണ്ടായത്.
അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കഥകളിലൂടെയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ സഹജീവികളുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുടെ, അധസ്ഥിത വർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലാണ് ഞാൻ കഥയിലൂടെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ കഥകളിൽ ഇങ്ങനെയാണ് ഉള്ളത്. പിന്നെ എൻ്റെ പത്രപ്രവർത്തന ജീവിതം എനിക്ക് ഇപ്പം എഴുത്തിൽ കുറേയൊക്കെ നന്നായിട്ട് സ്വാധീനിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിനോട്ട് ഞാൻ ഇതുവരെ എഴുതിയ കഥകളിലൊക്കെ തന്നെ ഒരിക്കൽ പറഞ്ഞൊരു സബ്ജക്റ്റ് ഞാൻ പിന്നീട് പറയാൻ ശ്രമിച്ചിട്ടില്ല. ഒരു പ്രമേയങ്ങളിൽ പുതുമ നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് അത്തരത്തിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 50ഓളം കഥകൾക്കടുത്ത് ഞാൻ എഴുതി കഴിഞ്ഞു. ഈ കഥകളിലൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് എഴുതിയിട്ടുള്ളത്. വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ അതിൽ കാമ്പുള്ളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ നന്നായി നല്ല കഥകളാണെന്ന് എഴുതിയ ആളുകളുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഇനിയും മുന്നോട്ട് നന്നായിട്ട് എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് എഴുത്ത് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രതിരോധം കൂടിയാണ്. അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.